ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ നല്ല വൈറലായി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പൊറോട്ട ചിക്കൻ ചില്ലി ചിക്കൻ റോൾ. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്ന് പറയണ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയ സാധനമാണിത്. അപ്പോൾ 1 കിലോ ചിക്കൻ ഞാൻ നല്ല ചെറിയ കട്ടാക്കി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കഴുകി വെച്ചതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈര് വേണം, 1 ടീസ്പൂൺ ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താണ്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു പിഞ്ച് മതി. പിന്നെ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും കൂടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി ഒരു മുട്ടയാണ് കേട്ടോ. ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തോണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സോയാ സോസ് ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ, ഞാൻ ചേർക്കണില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കളർ ചേർക്കണമെങ്കിൽ ചേർക്കുക, ഞാൻ ചേർക്കണില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ റെഡ് കളർ ഇല്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചിക്കൻ നന്നായിട്ട് ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം എടുക്കണം കേട്ടോ. അതാണ് ഞാൻ ആ ഒരു ഓട്ടപാത്രത്തിൽ ഇട്ടത് കാണിച്ചത്. എന്നിട്ടാണ് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പം നന്നായിട്ട് കോട്ട് ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ആദ്യം തന്നെ ചേർത്തുകൂടെ എന്ന് ചോദിക്കേണ്ട കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ലാസ്റ്റ് കോൺഫ്ലവർ ചേർക്കുന്ന സമയത്താണ് ആ ഒരു ചിക്കൻ്റെ മേലെ നല്ലൊരു കോട്ടിങ് വരിക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മൈദ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. ഞാൻ കോൺഫ്ലവർ മാത്രമാണ് ഇടല. അപ്പോൾ അതാ കോൺഫ്ലവർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലായിടത്തും ഒന്ന് ആയാൽ മതി. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കണം. 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഒരു റോൾ ഉണ്ടാക്കണം പറഞ്ഞല്ലോ, പൊറോട്ട വേണം. അപ്പോൾ ആ ഒരു പൊറോട്ടക്കുള്ള മാവാണ് ഞാനിവിടെ മൈദ ആണ് ഇട്ടെടുത്തത്. നിങ്ങൾക്ക് ഗോതമ്പ് എടുക്കണമെങ്കിൽ ഗോതമ്പ് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 കപ്പോളം ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ഒരു മുട്ടയും വേണം കേട്ടോ. മുട്ട ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വലിയ മുട്ടയാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഒന്നെടുത്ത്, ചെറുതാണ് 2 വേണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുത്തത്. ഈ ഒരു രീതിയിലാണ് വേണ്ടി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ. ഇനി ഇതിൽ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഉരുട്ടി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ചെറിയ കോയിൻ പൊറോട്ടൻ്റെ സൈസില്ല, ആ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ചെറിയ പൊറോട്ട ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല നൈസ് നേരിയതുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ ഉരുളൻ്റെ അത്ര വേണ്ട, എന്നാൽ പൂരിനെക്കാട്ടിലും കുറച്ചും കൂടെ വേണം. ആ ഒരു സൈസിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. പൂരിനെക്കാട്ട് കുറച്ചും കൂടി കേട്ടോ, അത്രയും മതി. ഈ ഒരു ചെറിയ ചെറിയ ഉരുളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്ന് വേറൊരു വലിയ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. വലിയ പ്ലേറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഉറച്ച് നിൽക്കുന്നത്. ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് പകരം കോയിലും ചെയ്യാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിലേക്ക് ഇതാ ഓരോരോ ഉരുളി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാം ഞാൻ ഉരുട്ടി വെച്ച ഉരുളകൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെയും കുറച്ചും കൂടെ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ കട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് എല്ലാത്തിൻ്റെ മേലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതും കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനിയിപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒരു മീഡിയം തീയിലാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ടത് കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേണ്ട, നമുക്ക് ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് വേവും. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒക്കെ മതിയാവും ഒരു ഭാഗം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ മറിച്ചിട്ടിട്ടും ഒരു 3 മിനിറ്റ്. അപ്പോൾ അത്രയും സമയം വേണ്ടി വരുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. ഒരു മീഡിയം തീയിലിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇപ്പോൾ 2 ഭാഗവും ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. പുറം ഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതുപോലെ 2 ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഇത് ഞാൻ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു കടായി വെച്ചാണ് നമ്മൾ ഈ ചിക്കൻ പൊരിച്ച എണ്ണ ഇല്ല, അതെണ്ണാണ് എടുക്കേണ്ടത് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ആ ഒരു എണ്ണ തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ്. നല്ലൊരു ഗോൾഡൻ കളർ ആകണവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. കരിഞ്ഞു പോകരുത്, നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി.
അങ്ങനെ ഒന്നായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് ഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ വൈറ്റ് ഇല്ല, ഗ്രീൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, വൈറ്റ് മാത്രം. ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പൊക്കെ എന്താ പറയുക, ഫടാഫടായിരിക്കണം കേട്ടോ, ഭയങ്കര സ്പീഡിൽ ചെയ്യേണ്ടതാണ്. ഹൈ ഫ്ലെയിം ആക്കി വെക്കുക. ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിലേക്ക് ഇത് ഒരു വലിയ സൈസുള്ള ഉള്ളി ഞാൻ ഇതേപോലെ മുറിച്ചിട്ട് വലിയ പീസായിട്ട് മുറിച്ചിട്ട് ഇതളായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഞാനിത് എല്ലാ തരം കളറും ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ നിങ്ങളടുത്ത് ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എത്ര കളറാണ് ഉള്ളതെന്ന് വെച്ചാൽ പച്ച മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 കളർ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഒരുപാട് സമയം എടുക്കാൻ പാടില്ല, ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. ഇതൊരു പച്ചക്കന്നെ കിട്ടണം നമുക്ക്. ഇനിയിപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ സോസുകൾ ചേർക്കാനുള്ളതാണ്, അതിലൊക്കെ ഉപ്പുള്ളതാണ്. ഇതിപ്പോൾ നേരിയ ഒരു പിഞ്ച് ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ, കാരണം സോസുകൾ വരാനുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില്ലി ചിക്കൻ ഇങ്ങനത്തെ എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സൈഡിൽ വെക്കണം കേട്ടോ. ഇപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂണോളം സോയാ സോസ് വെച്ചാണ്, ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുത്താണ്. പിന്നെ വേണ്ടി ചില്ലി സോസാണ്, അത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അധികം വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ 2 ടേബിൾ സ്പൂണോളം ചേർത്താണ്. ഇനിയിപ്പോൾ വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ വേണം. ഇനിയെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു സോസുകളും ഒന്ന് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. ഒരു 10 സെക്കൻഡിൽ 15 സെക്കൻഡ് നേരം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതാണ്, അതുപോലെ തന്നെ വെജിറ്റബിൾസിന് ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. ബാക്കി നമ്മളെ സോസുകളും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺഫ്ലോറും വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങളങ്ങനെ ഒരുപാട് ഗ്രേവിയിലല്ല ഉണ്ടാക്കുന്ന, റോളായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം. അത് ഇളക്കുമ്പോൾ തന്നെ അത് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് എല്ലാത്തിൻ്റെ മേലേക്കും വരികയാണ് ചെയ്യുക. ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, അത്രയല്ല നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നോളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ കാണാം സോസൊന്നും ഇതിലുണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റാണ് നമ്മൾ ആ ഒരു സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ ഭാഗം മാത്രം ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ലാസ്റ്റേ ചേർക്കാൻ പാടുള്ളൂ. ഗ്രീൻ ഓനിയൻ ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ മല്ലിച്ചപ്പൊക്കെ ചേർക്കണ പോലെ തന്നെയാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ കുറച്ച് വെളുത്ത സെസ്മി സീഡ്സ് ചേർത്ത് കൊടുത്താണ്, വെളുത്ത എള്ള് കേട്ടോ, വെള്ള കളറിലുള്ള അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്കാണ്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. ഇപ്പോൾ അതാ അതിന്ന് ഞാൻ സെർവ് ചെയ്യുന്ന വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ റൊട്ടിയോ പൊറോട്ടയോ ഒന്നും ഇല്ലാണ്ട് തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാ വെജിറ്റബിൾസും ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ചിക്കൻ നമ്മളൊക്കെ ഫ്രൈ ചെയ്തതായതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ മാറ്റി പിന്നെയും ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സെയിം സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തത്. ഇതാണ് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് റോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കണം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവാണിത്. നമ്മൾ ഉരുട്ടി വെച്ചിട്ട് എണ്ണയിലിട്ട് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ കണ്ടില്ല, 1 മണിക്കൂർ വെക്കുന്ന സമയത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോഴാണ് പൊറോട്ട നന്നായിട്ട് വരിക കേട്ടോ. ആ ഒരു റെസ്റ്റിംഗ് ആണ് നന്നായിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നും എടുക്കുക. 2 രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വീശാൻ അറിയുന്നവർക്കും വീശാൻ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് സ്പീഡാക്കുന്നുണ്ട്, കാരണം ഈ ഒരു സ്റ്റെപ്പ് ഒരുപാട് സമയം നീളുന്നതുകൊണ്ടാണ്, വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 1 മണിക്കൂർ തന്നെ ഇതിങ്ങനെ എണ്ണയിലിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് വീശാൻ അറിയാത്ത ആൾക്കാർക്കുള്ളതാണ്. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇന്നൊന്ന് നേരിയതാക്കി എടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താണ്. എന്നിട്ട് ഇതാ ഇത് നൂൽ പൊറോട്ടൊക്കെ ആക്കണ പോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. കത്തി വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ചെയ്യാണ്ട് കട്ട് ചെയ്യാണ്ടും നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് പാട്ട് ഉള്ളുള്ളതുകൊണ്ട് ഞാനങ്ങനെ നൂൽ പൊറോട്ട പോലെ ഞാനൊന്ന് മുറിച്ച് കൊടുത്തേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒറ്റ ഉരുളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് വീശാൻ അറിയാത്ത ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനിയിപ്പോൾ അടുത്ത ഞാൻ കാണിക്കുന്നത് വീശിയിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ വീശാൻ അറിയുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യൽ കേട്ടോ. വീശിയിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് വീശിയെടുക്കുക. നന്നായിട്ട് നേരിയതാകണ വരെ ഒന്ന് വീശിയെടുക്കുക. അപ്പോൾ ചെറിയതാണ്. അപ്പോൾ ഇതിങ്ങനെ തീരെ വലിപ്പമില്ല കേട്ടോ. നല്ല സൈസ് ചെറുതാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വീശിയെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് നീളത്തിലൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കംപ്ലീറ്റ് ആ ഒരു മുറിച്ചതിൻ്റെ ശേഷം ഒന്നിച്ച് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് റോളാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം കേട്ടോ. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി സമയമില്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക.
ഇപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരല്ല, ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് കൈ വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെയും പരത്താം. ഞാനിവിടെ കുഴൽ വെച്ചിട്ട് തന്നെയാണ് പരത്തുന്നത്. ഞാൻ നല്ല നൈസായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തടിച്ച പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പരത്തിയാൽ മതി, ഇത്രയും മതിയാവും. ഇനിയിപ്പോൾ വേണ്ട, നല്ല നൈസായിട്ടാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ പരത്തുന്ന പോലെ ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ കുറച്ചൊരു നേരിയ പൊറോട്ട ആണ് ഇഷ്ടം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതി നമ്മളൊരു പൂരിൻ്റെ വലിപ്പമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തരാം എത്ര സൈസ് ഉള്ളത്. ഇനിയിപ്പോൾ അതാ ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയതായതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഒരു 4 എണ്ണമൊക്കെ പോകും കേട്ടോ. 4 എണ്ണമൊക്കെ ഒന്നിച്ച് ചുട്ടെടുക്കുക. സാധാരണ വലിപ്പത്തിലുള്ള പൊറോട്ട ആണെങ്കിൽ ഒന്നേ ചൂടാൻ കഴിയുള്ളൂ, കാരണം 2 എണ്ണം വെക്കുമ്പോൾ തന്നെ ഒന്നിൻ്റെ പകുതി പുറത്തായി പോകും. ഇതിപ്പോൾ 4 എണ്ണം വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ചെറുതായിട്ട് കുറച്ച് ഡ്രോപ്സ് മതിയാവും, കാരണം എണ്ണയിലാണ് നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കിയത്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. പിന്നെ പൊറോട്ട എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു എണ്ണ ഉണ്ടെങ്കിലേ പൊറോട്ട ആവുള്ളൂ. പിന്നെ ഇതിനിപ്പോൾ ഒരുപാട് എന്താ പറയുക, ഹെൽത്തി അല്ല എന്നൊക്കെ പറയുന്നവരോട് വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നുള്ളൂ. പിന്നെ നമുക്കത് ഒഴിവാക്കാൻ കഴിയാത്തൊരു സാധനം കൂടിയാണ്. ഇഷ്ടമുള്ളവർ മാത്രം ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ അതാ 2 ഭാഗവും ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എത്ര വേവിക്കണം എന്നുള്ള നിങ്ങളെ ഇഷ്ടം പോലാണ്. ബ്രൗൺ കളറാണെങ്കിൽ ബ്രൗൺ, അല്ല വൈറ്റ് ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 എണ്ണം വെക്കുന്നുണ്ട് കേട്ടോ, കല്ല് പെട്ടെന്ന് തീരാൻ വേണ്ടി. ഞാനിപ്പോൾ ആദ്യത്തെ ഫസ്റ്റിലുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അത് 4 എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ചൂടോട് കൂടി തന്നെ ചെയ്യണം കേട്ടോ. നല്ല ചൂടോട് കൂടി തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. ആ ചൂടോട് കൂടി അടിക്കുന്ന സമയത്ത് എല്ലാം ലെയറായിട്ട് വരും കേട്ടോ. തിരിച്ചിങ്ങനെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡിയാണ്. ഇതുണ്ടല്ലോ എത്രത്തോളം നമ്മൾ ആ ഒരു മുറിച്ച് കൊടുത്തുകൊണ്ട് ആ ഒരു നൂൽപ്പൊറോട്ട പോലെ വരികയും ചെയ്തോളും. അപ്പോൾ ഈസിയാണ് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, വീശാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ ആ ഒരു വൈറൽ ഐറ്റം, ആ ഒരു പൊറോട്ട ചില്ലി ചിക്കൻ റോള് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ ചുട്ട് ഞാനിവിടെ കാസറോളിൽ വെച്ചിട്ടുണ്ട്. മൂടി വെക്കുന്നില്ല കേട്ടോ. പൊറോട്ട നമ്മൾ കാസറോളിൽ ഇട്ടിട്ട് മൂടി വെക്കരുതേ. ഇനിയിപ്പോൾ അങ്ങനെ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു പൊറോട്ടയിലല്ല റോൾ ചെയ്യുന്നത്, കാരണം ഇവിടെ ചെറിയ പൊറോട്ട ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 എണ്ണം വെക്കുന്നുണ്ട് കേട്ടോ. 3 എണ്ണം ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ചെറുതല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നീളത്തിൽ നമ്മൾ റോൾ ചെയ്യാൻ നീളത്തിലല്ല വെക്കേണ്ടത്. അപ്പോൾ നീളത്തിൽ നമ്മൾ ഈ ഒരു ചില്ലി ചിക്കൻ വെച്ച് കൊടുക്കാം. അത് കംപ്ലീറ്റ് ഒരു സെൻറ്ററിലായിട്ട് ഒരു ലൈനായിട്ട് ഞാനിങ്ങനെ ചിക്കൻ വെച്ചെടുത്താണ്. സെയിം നമ്മൾ നേരത്തെ ഇട്ട സാധനങ്ങൾ, കുറച്ച് വെള്ളവും അതേപോലെ തന്നെ സ്പ്രിംഗ് ഒനിയനൊക്കെ വേണം. പിന്നെ അതിൻ്റെ ഈ ഒരു റോളിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുറച്ച് മയോണൈസ് ഇതിൽ ചേർത്ത് കൊടുക്കും. അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും വേണം കേട്ടോ. രണ്ടും ഞാൻ ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഐസിങ് ബാഗിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അത് മയോണൈസും കെച്ചപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താ പറയുക, ചില്ലി ചിക്കൻ പൊറോട്ട റോൾ എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി സാധനം. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. കുറേ ആയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച സാധനമായിരുന്നു. ഇപ്പോഴാണ് ഇതിനൊരു ടൈം കിട്ടിയത്. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.